മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നു. ഇന്നലെ പന്തളത്ത് നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര നാളെ ദീപാരാധനയ്ക്ക് മുൻപായി സന്നിധാനത്തെത്തും. അതേസമയം അരവണ പ്രതിസന്ധിയിൽ മാറ്റമില്ല. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഇനി കൃത്യമായി പറഞ്ഞാൽ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എത്രത്തോളം വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്? മാത്രമല്ല, ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ വിർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട്. അത് ഈ ഭക്തജനങ്ങൾക്ക് വന്ന മകരവിളക്ക് ദിനം ഭഗവാനെ തൊഴുന്നതിന് തടസ്സമാകുന്നുണ്ടോ? കാരണം തിരക്ക് കുറവാണ്. ഈ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിൽ വലിയ പ്രതിഷേധമുണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മകരവിളക്കിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതായത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാവും, ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകൾ തിരിച്ചിറങ്ങാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഈ ശബരിമലയും സന്നിധാനവുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. പക്ഷേ ആളുകളുടെ എണ്ണം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ ദിവസം ശബരിമല പടിയ കയറിയ ആളുകളുടെ എണ്ണം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു കുറവ് ഇന്നലെയും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച്. കാരണം ഇന്നലെ മല ചവിട്ടിയ ഏകദേശം 66,000-ഓളം ആളുകൾ മാത്രമാണ്. മകരവിളക്കിന് വേണ്ടി നട തുറന്നതിന് ശേഷം ശരാശരി 1 ലക്ഷത്തോളം ആളുകൾ ദിവസേന മല ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കിയതിന് ശേഷമാണെന്ന് തന്നെയാണ് പൊതുവെ അഭിപ്രായവും ഉയരുന്നത്. അത്തരത്തിൽ ആളുകളുടെ എണ്ണം കുറയുന്നതിന്റെ അടിസ്ഥാന കാരണം 66,000-ഓളം മാത്രമാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി 60,000-നും 70,000-നും ഇടയിൽ മാത്രമാണ് ആളുകൾ ശബരിമലയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം. എന്തായാലും എത്തിച്ചേരുന്നവർ മകരവിളക്ക് കഴിയുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് മൂലം തന്നെ ഇവിടെ എല്ലാം തമ്പടിക്കുന്ന പർണ്ണശാലകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇതാണ് സന്നിധാനത്തെ തിരക്ക് വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ തന്നെയാണ് ദേവസ്വം ബോർഡിന് നേരിടേണ്ടി വന്നത്. കാരണം ആളുകൾ പുതിയ ആളുകൾ, അതായത് 10-ാം തീയതിക്ക് ശേഷം സ്പോട്ട് ബുക്കിംഗ് സംവിധാനം പൂർണ്ണമായും നിർത്തലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മകരവിളക്കിന് വേണ്ടി തിരക്ക് നിയന്ത്രിക്കുന്ന ഭാഗമായി തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. പക്ഷേ ആളുകൾ ആ തരത്തിൽ എത്തിച്ചേരുന്നതിന് ഒരു തടസ്സം ഉണ്ടാകുമോ എന്നുള്ള സംശയം ആളുകൾക്കുണ്ടായിരുന്നു. എന്തായാലും ശബരിമലയിലേക്ക് എത്തിച്ചേരുന്ന ആളുകളെ തിരിച്ചയക്കില്ല എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് ആവർത്തിച്ച് പറയുന്നത്. മാലയിട്ട് വരുന്ന ആളുകൾ എന്ന് പറയുന്നുണ്ടെങ്കിലും സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഒഴിവാക്കിയതിനെതിരെ ഒരു വിമർശനവും തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് നേരിടുന്നുണ്ട്. ഇവിടെ പ്രധാനമായും മകരജ്യോതി ദർശനത്തിനായി 10 വ്യൂ പോയിന്റുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് പാണ്ടിത്താവളം, വാട്ടർ ടാങ്കിന് മുൻവശം, മരാമത്ത് കോംപ്ലക്സിന് മുൻവശത്തെ തട്ടുകൾ, BSNL ഓഫീസിന് വടക്ക് ഭാഗം, കൊപ്രക്കളം, സന്നിധാനം, തിരുമുറ്റം, അത് മുകൾ ഭാഗവും താഴ്ഭാഗവും, അതുപോലെ മാളികപ്പുറം ക്ഷേത്ര പരിസരം, അപ്പാച്ചിമേട്, അന്നദാന മണ്ഡപത്തിന് മുൻവശം, ഇൻസിനേറ്ററിന് മുൻവശം തുടങ്ങിയാണ് ഈ 10 വ്യൂ പോയിന്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് മേധാവി അടക്കം സന്നിധാനത്ത് വന്ന് പരിശോധനകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 1000 സേനകൾ, അതായത് 1000 പോലീസുകാർ അധികമായി നിയമിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് സേനകൾ നൽകുന്ന കണക്ക്. എന്തായാലും ഈ മകരജ്യോതി ദർശനത്തിനായി പർണ്ണശാലകൾ കെട്ടുന്ന സ്ഥലങ്ങളിൽ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ഇവിടെ പാചകം ചെയ്യുന്നതിനും തീ കൂട്ടുന്നതിനും എന്തായാലും കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. തിരുവാഭരണ ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ദീപാരാധനയ്ക്ക് മുമ്പ് തന്നെ ഈ ഘോഷയാത്ര ശബരിമലയിലേക്ക് എത്തിച്ചേരും. തുടർന്ന് മകരവിളക്കാണ്. ആനന്ദ്, ഈ അരവണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അത് മാറ്റമില്ലാതെ തുടരുന്നു. ഭക്തർക്ക് പ്രസാദം ലഭിക്കുന്നതിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് തന്നെയാണല്ലോ ഇപ്പോഴും പരാതി. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായത്? തീർച്ചയായും ലക്ഷ്മി, അതായത് അരവണ കൗണ്ടർ, പ്രസാദ കൗണ്ടറുകൾ ഇപ്പോഴും നീണ്ടു നിൽക്കുന്ന ക്യൂ തന്നെയാണുള്ളത്. മണിക്കൂറുകളോളം ആ ക്യൂവിൽ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഭക്തന് 5 ടൺ അരവണ വീതം മാത്രമാണ് ഇപ്പോഴും ലഭിക്കുന്നത് എന്നാണ് നമുക്ക് കുറച്ച് മുമ്പ് വരെ അറിയാൻ വേണ്ടി സാധിച്ചത്. നമുക്കറിയാം, ദേവസ്വം പ്രസിഡന്റ് കുറേ ദിവസങ്ങളായി പൂർണ്ണമായും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എടുത്ത് മാറ്റുമെന്ന് ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിലും ആ പ്രതിസന്ധിക്ക് പൂർണ്ണമായിട്ടൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആളുകൾ തിങ്ങി നിറയുന്ന മൂലം തന്നെ 10-15 ടൺ അരവണ വാങ്ങാൻ വേണ്ടി ഒരേ ആളുകൾ തന്നെ 2-3 തവണ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരം സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ഈ തിരക്കുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ശബരിമല സീസൺ കഴിയുന്നതിന്റെ ഏറ്റവും അവസാന ഘട്ടങ്ങൾ എത്തുമ്പോഴും ഈ ഒരു അരവണ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യവും എടുത്തു പറയേണ്ടതാണ്. ആനന്ദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.